ട്രാൻസാക്ഷൻ 5 എന്താണെന്ന് നോക്കാം. അപ്പോൾ 5 നാളിൽ കമ്പ്യൂട്ടറിലേക്കുള്ള ടേബിളും ചെയറൊക്കെ വാങ്ങിച്ചു, പക്ഷെ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇഷാൻ്റെ അടുത്ത് പറയുകയാണ്, ഓളുടെ അടുത്ത് പറയുകയാണ്, ഇതുപോലെ നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമാണെങ്കിൽ മാത്രമേ ടാലി പ്രൈമിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ എൻട്രി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇഷാൻ പറഞ്ഞു ശരി, എങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ വാങ്ങാമെന്ന് പറയുക. അങ്ങനെ എന്താണ്, ഏപ്രിൽ 8-ാം തീയതി 22,500 രൂപ കൊടുത്ത് ബിസിനസ്സിലേക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുക. അതിൻ്റെ ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താണ് ലൈഫ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 4 വർഷത്തേക്കാണ്. അപ്പോൾ അത്തരത്തിൽ 4 വർഷത്തേക്ക് ഒരു ഫിക്സഡ് അസറ്റ് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇഷാൻ പർച്ചേസിലെ കമ്പ്യൂട്ടർ ഇൻ ക്യാഷ് ₹22,500. ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് 4 years ഓൺലി. അല്ലേ, 4 വർഷത്തേക്ക് വേണ്ടി 22,500 കൊടുത്തൊരു കമ്പ്യൂട്ടർ വാങ്ങി ബിസിനസ്സിലേക്ക്. ഇനി ഇടപാട് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് 2 അക്കൗണ്ടുകൾ ആവശ്യമാണ്. അല്ലേ, ഇവിടെ ഇടപാട് നോക്കുകയാണെങ്കിൽ പർച്ചേസിലെ കമ്പ്യൂട്ടർ ഇൻ ക്യാഷ്. അവിടെ നമുക്കറിയാം പർച്ചേസ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ക്യാഷ് ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ പാർട്ട് 1-ൽ പറഞ്ഞതാണ്, പർച്ചേസിനെ നമ്മൾ അക്കൗണ്ടായിട്ട് ഒരു ട്രാൻസാക്ഷനിൽ നിന്നും എടുക്കണമെങ്കിൽ അവിടെ പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു ഇടപാട് നടക്കണം. അതിനർത്ഥം നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നു, അത് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം പർച്ചേസ് അക്കൗണ്ട് എടുക്കും. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട്, ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നും അവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പർച്ചേസ് നമ്മൾ എന്താണ് രേഖപ്പെടുത്തണം. അതുകൊണ്ടാണ് അവിടെ പർച്ചേസ് എന്നുള്ള അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഇടപാടും ഇവിടെ നോക്കുകയാണെങ്കിൽ പർച്ചേസ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് ഫർണിച്ചർ അക്കൗണ്ട് ആണ്. കാരണം ഫർണിച്ചർ നമ്മൾ വിൽക്കുന്നതിന് വേണ്ടിയല്ല, നമ്മൾ ബിസിനസ്സിലേക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് വാങ്ങിക്കുന്നത്. അല്ലേ, അത്തരത്തിൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ പർച്ചേസ് അക്കൗണ്ട് അല്ല, ഏതാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്താണ് അക്കൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഫർണിച്ചർ അക്കൗണ്ട് വാങ്ങിക്കുമ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ബിസിനസ്സിൽ ഫർണിച്ചർ കാണില്ല. ആ ഇടപാടുമായി ബന്ധപ്പെട്ട് ഫർണിച്ചർ എന്നുള്ള അക്കൗണ്ട് നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ ബിസിനസ്സിൽ ആ ഫർണിച്ചർ നമ്മൾ രേഖപ്പെടുത്തുന്നില്ല, ഫർണിച്ചർ വാങ്ങിയെന്ന് പോലും അറിയില്ല. ഫർണിച്ചർ വാങ്ങിയിട്ട് ആ എമൗണ്ട് പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിനെ ബാധിക്കും. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ബിസിനസ്സിനെ മൊത്തത്തിൽ ബാധിക്കും. ഇപ്പോൾ ബിസിനസ്സിൽ ഫിക്സഡ് അസറ്റ് ഇല്ല എന്നൊരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ പർച്ചേസ് നമുക്ക് കറക്റ്റ് ആകില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ്ഡ് ഗുഡ്സ് നമ്മൾ വിൽക്കുന്നതിന് വേണ്ടി പ്രോഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ പർച്ചേസ് അക്കൗണ്ടിനെ എന്താണ് ഡെബിറ്റ് ചെയ്യുക. അല്ലാത്ത സാഹചര്യങ്ങളുള്ള എല്ലാ പർച്ചേസിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഏത് പ്രോഡക്റ്റാണോ നമ്മൾ ഉപയോഗിക്കാൻ ബിസിനസ്സിലേക്ക് വാങ്ങിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ പ്രോഡക്റ്റിനെയും എന്താണ് അതിൻ്റെ അക്കൗണ്ടുകളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം അത് മനസ്സിലാക്കി വെക്കുക. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുള്ളൂ, ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ കോസ്റ്റ് കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ നല്ല രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ എന്താണ് ശരിയായ രീതിയിൽ പ്രോഡക്റ്റ് വിറ്റുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫിക്സഡ് അസറ്റ് ആയ കമ്പ്യൂട്ടർ നമ്മൾ ഒരു അക്കൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. മറ്റേ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കടത്തിനൊന്നും അല്ല, ക്യാഷ് കൊടുത്താണ് സാധനം വാങ്ങിയത്. അതുകൊണ്ട് രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് ആണെന്ന് നമുക്കറിയാം. ഇത് 2 അസറ്റാണ്. അപ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച് കൊണ്ടാണ് എന്താണ് ജനറലി പറയുന്നത്, അല്ലേ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ് നോക്കുകയാണെങ്കിൽ രാവിലെ ക്യാഷ് 22,500 രൂപ എന്താണ് ഇഷാൻ വന്ന് വാങ്ങിക്കൊണ്ട് പോയി കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. വൈകുന്നേരം ആയപ്പോൾ ഇഷാൻ കമ്പ്യൂട്ടറുമായിട്ട് വന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ബിസിനസ്സിലേക്ക് എന്ത് വന്നു എന്ത് പോയി എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ ബിസിനസ്സിലേക്ക് വന്നു, ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ വന്നു. അതോടൊപ്പം ഇഷാൻ വന്ന് 22,500 രൂപ മേടിച്ചുകൊണ്ടും പോയി. അപ്പോൾ 22,500 രൂപ ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ക്യാഷ് പോകുന്നു, കമ്പ്യൂട്ടർ വരുന്നു. അസറ്റ് വരുന്നു എങ്കിൽ നമുക്കറിയാം ഡെബിറ്റ് ചെയ്യണം, അസറ്റ് പോകുന്നുവെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറയും കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇല്ലേ, കമ്പ്യൂട്ടർ ബിസിനസ് വരുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് ബിസിനസ്സിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 22,500. ഈ ടാലി പ്രൈമിൽ ഇത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 അക്കൗണ്ടുകൾ വേണം, അല്ലെ, ഡെബിറ്റും ക്രെഡിറ്റും വേണം. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറും ഉണ്ട്, ക്യാഷും ഉണ്ട്. അപ്പോൾ സിസ്റ്റത്തിൽ നമുക്ക് ക്യാഷ് ആൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിൽ കമ്പ്യൂട്ടർ കൂടി നമുക്ക് എന്താണ് ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇല്ലേ. അപ്പോൾ നമുക്ക് ടാലി പ്രൈമിൽ ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ക്യാഷ് കൊടുത്ത് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ അവിടെ നമ്മൾ ഇടുന്ന വൗച്ചർ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് വൗച്ചറാണ്, അല്ലേ. അപ്പോൾ പേയ്മെന്റ് വൗച്ചർ നമ്മൾ എന്താണ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പേയ്മെന്റ് വൗച്ചറാണ് നിങ്ങൾ കാണാം. ആദ്യത്തെ പേയ്മെന്റ് വൗച്ചർ നമ്മളിവിടെ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പേയ്മെന്റ് വൗച്ചറിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അല്ലേ. ഡെബിറ്റ് എന്ന് വെച്ചാൽ അവിടെ എന്താണ് കമ്പ്യൂട്ടറാണ് ബിസിനസ്സിൽ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലേ. കമ്പ്യൂട്ടർ നമുക്കറിയാം ഫിക്സഡ് അസറ്റ് ആണ്. ജസ്റ്റ് ഞാൻ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ എന്നുള്ള അക്കൗണ്ട് എന്താണ് ക്രിയേറ്റ് ചെയ്തു, അല്ലേ, അണ്ടർ ഫിക്സഡ് അസറ്റിൽ. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 22,500 രൂപയാണ്. ഒരു അക്കൗണ്ട് കസ്റ്റമറുടെ പേരായി ഇവിടെ ക്രെഡിറ്റിനായിരുന്നെങ്കിൽ, അല്ലേ. നമുക്കറിയാം ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്.
അപ്പോൾ ഇവിടെ ക്യാഷ് ഇടുന്നു, എമൗണ്ട് 22,500 അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷിൽ നിന്ന് നമ്മൾ 22,500 രൂപ വീണ്ടും കുറഞ്ഞു. ഇപ്പോൾ ബാലൻസ് 2,75,500 രൂപയാണ്. നമ്മൾ കമ്പ്യൂട്ടർ കൂടി വാങ്ങിച്ചു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലേ. നമ്മൾ നരേഷൻ കൊടുക്കാം. ഫ്രം ടിമാക്സ് ട്രേഡിംഗ്. ഞാനിവിടെ സേവ് ചെയ്യുന്നു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ പരിശോധിക്കാം. ട്രാൻസാക്ഷൻ 6. അപ്പോൾ ഏപ്രിൽ 10, 2024 രാവിലെ നിങ്ങൾ ഓഫീസിൽ വന്നിട്ട് നിങ്ങളുടെ ബിസിനസിന്റെ ഓണറായ ഇഷാനെ വിളിക്കുകയാണ്. നമുക്ക് ഓഫീസിന്റെ പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഫോൺ ആവശ്യമാണ്. കസ്റ്റമേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായിട്ട് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി നമുക്കൊരു ഫോൺ വാങ്ങിക്കണമെന്ന് പറയാം. രണ്ടാമത്, ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നല്ല ചൂടാണ് സർ. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് ഒരു AC കൂടെ വേണം. അപ്പോൾ അതിന് കൂടെ സാർ എന്താണ് ഫണ്ട് അനുവദിക്കണമെന്ന് പറയാം. അപ്പോൾ ഇഷാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെക്ക് തരാം, നിങ്ങളൊരു മൊബൈൽ ഫോണും ഒരു AC-യും ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ മൊബൈൽ ഫോൺ നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് 5,000 രൂപയാണെന്നും അതുപോലെ AC-യുടെ വില 24,000 രൂപയാണെന്നും കരുതുക. അപ്പോൾ ഇഷാൻ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൾറെഡി 5 ലക്ഷം രൂപ നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഫ്യൂച്ചർ എക്സ്പെൻസിന് വേണ്ടി. അപ്പോൾ ഇഷാൻ വിചാരിക്കുന്നു ക്യാഷിന് പകരം എന്താണ് ക്യാഷ് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്, പകരം നമുക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാം. കാരണം ബാങ്കിൽ 5 ലക്ഷം രൂപ കിടപ്പുണ്ട് അല്ലേ. കാരണം കൊണ്ട് തന്നെ ഇഷാൻ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു. ഈ 29,000 രൂപയ്ക്കുള്ള ചെക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ മൊബൈൽ ഫോൺ AC മേടിക്കാനുള്ള ചെക്കാണ് എന്താണ് ഇഷാൻ ഇഷ്യൂ ചെയ്തത് അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഈ മൊബൈൽ ഫോണിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കാണ്. അതുപോലെ 24,000 രൂപയ്ക്കുള്ള AC-യുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ 6 വർഷത്തേക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ബിസിനസ്സിൽ ഈ 2 കാര്യങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇഷാൻ എന്താണ് നമുക്ക് SBIയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തു അല്ലേ. മാക് കൺസൾട്ടൻസി സർവീസിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നമുക്കറിയാം. അപ്പോൾ SBIയുടെ ചെക്കാണ് എന്താണ് ഇഷാൻ നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവിടെ അസറ്റ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു അക്കൗണ്ട് അസറ്റ് ആണെന്ന് നമുക്കറിയാം. അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്യാഷിനാണോ ക്രെഡിറ്റിനാണോ എന്ന് ചോദിച്ചാൽ ക്യാഷിനുമല്ല ക്രെഡിറ്റിനുമല്ല. പിന്നെ എന്താണ്, അപ്പോൾ വേറൊരു അക്കൗണ്ട് എന്തായാലും അവിടെ ഉണ്ടായിരിക്കണം അല്ലേ. ക്യാഷിനാണെങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷായി വന്നതിന് മൊബൈൽ ഫോൺ അക്കൗണ്ട് ഡെറ്റർ, AC അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വന്നേ. ടിമാക്സ് എന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്തായിരുന്നു. ഇവിടെ ക്രെഡിറ്റിനായിരുന്നെങ്കിൽ നമ്മൾ എന്താണ് ഒരു കമ്പനിയോടെ വന്നേനെ. മൊബൈൽ ഫോൺ അക്കൗണ്ട് ഡെറ്റർ ടു AC അക്കൗണ്ട് ഡെറ്റർ ടു ടിമാക്സ് എന്താണ് ട്രേഡിംഗ് കമ്പനി എന്ന് വന്നേനെ. അപ്പോൾ അവിടെ കമ്പനിയും ഇല്ല ക്യാഷും ഇല്ല. പിന്നെന്താണ് അവിടെ നമ്മൾ ചെക്കാണ് കൊടുക്കുന്നത്. ചെക്ക് എന്ന് വെച്ചാൽ അതിനർത്ഥം ബാങ്കാണ്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ആണെന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. അതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ നൽകുന്ന ആൾ ഇല്ലേ, പേയ്മെന്റ് നൽകുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ ബാങ്കാണ്. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പോകുന്നു, 29,000 രൂപ പോകുന്നത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ, നൽകുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം 29,000 രൂപ. അവിടെ നമ്മൾ അസറ്റ് ബിസിനസ്സിലേക്ക് വരികയാണ്, മൊബൈൽ ഫോണായിട്ടും AC ആയിട്ടും അല്ലേ. ആ രണ്ടിനും കൂടെ ടോട്ടലി 29,000 ആണ്. അപ്പോൾ നമ്മൾ ജനറൽ എൻട്രി എങ്ങനെ പറയുന്നു, മൊബൈൽ ഫോൺ അക്കൗണ്ട് ഡെറ്റർ 5,000, AC അക്കൗണ്ട് ഡെറ്റർ 24,000, ടോട്ടൽ എമൗണ്ട് SBI എന്നാണ് നമ്മൾ ചെക്ക് കൊടുക്കുന്നത് 29,000 അല്ലേ. നമ്മൾ ടാലി പ്രൈമിൽ ഇടപാട് പോസ്റ്റ് ചെയ്യാൻ ഏതൊക്കെ അക്കൗണ്ട് വേണമെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഈ ഇടപാട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട അക്കൗണ്ടുകൾ മൊബൈൽ ഫോണും AC നമ്മൾ ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെൽഫോണും AC-യും ആണ് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കിത് ഒറ്റ അക്കൗണ്ടിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന്റെ അണ്ടറിൽ വേണമെങ്കിൽ നമുക്ക് ഒറ്റ ട്രാൻസാക്ഷനിൽ എന്താണ് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഫിക്സഡ് അസറ്റും സെപ്പറേറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാണിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരേ സമയം എന്താണ് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ മാസ്റ്റേഴ്സിൽ മൾട്ടി ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെയാണ് അത് ചെയ്യേണ്ടത്. ടാലി ERP-ലൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ക്രിയേറ്റിൽ പോയിക്കൊണ്ട് തന്നെ മൾട്ടി ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. ടാലി പ്രൈമിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സി വരിക, ചാർട്ട് ഓഫ് അക്കൗണ്ട്സി വന്നുകൊണ്ട് അവിടെ നമ്മൾ എന്താണ് ലെഡ്ജർ സെലക്ട് ചെയ്യാം. അപ്പോൾ ലെഡ്ജർ സെലക്ട് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് എന്നുള്ളതാണ് ആൾറെഡി നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഉള്ളതും അതോടൊപ്പം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുമായ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണ് ഡൂറോ ഫർണിച്ചർ എന്നും ഇഷാൻസ് ക്യാപിറ്റലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇല്ലേ. ഇതല്ലാതെ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം, സെയിൽസ് അക്കൗണ്ട്സ്, ഇത്തരത്തിൽ ഒരുപാട് അക്കൗണ്ടുകൾ ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഒന്നിൽ കൂടുതൽ ലെഡ്ജറുകൾ ഒരേ സമയം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും ബോട്ടം താഴെയായിട്ട് മൾട്ടി മാസ്റ്റേഴ്സ് എന്ന ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ കീബോർഡിൽ Alt+H പ്രസ് ചെയ്താലും മതിയാവും. അപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്, മൾട്ടി മാസ്റ്റേഴ്സ് എന്നുള്ളത്. ഒരേ സമയം ഒരുപാട് അക്കൗണ്ടുകൾ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മൾട്ടി ക്രിയേറ്റ് വിൻഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത്തരത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് ഈ മൾട്ടി ആൾട്ടറിലൂടെയും സാധിക്കും. പിന്നെ അവിടെ മൾട്ടി ക്രിയേറ്റിൽ എന്താണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അണ്ടർ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, എല്ലാ ഐറ്റത്തിനും ഒറ്റ ഗ്രൂപ്പാണ്. ഇവിടെ ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ പറയുന്ന സെൽഫോണും AC നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അവിടെ ഡേറ്റിലൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഇടപാടുകളും നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒന്നേന്നായി തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻട്രി ചെയ്യുന്നു. നെയിം ഓഫ് ഫസ്റ്റ് ലെഡ്ജർ നമുക്കറിയാം ഏതാണ്, സെൽഫോൺ ആണ് അല്ലേ. അണ്ടർ ഫിക്സഡ് അസറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ പഴയ ബിസിനസ്സിൽ നിന്നോ വേറെ എവിടെന്നെങ്കിലും നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. അത് മേടിച്ച സമയവും ശേഷം നമ്മൾ 1 വർഷം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ എത്രയാണോ അത് നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും അല്ലേ. ഇത് നമ്മൾ ആൾറെഡി ഫ്രഷ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് വാങ്ങിയിട്ടുള്ളത്. അക്കാരണം കൊണ്ട് തന്നെ എന്താണ് ഓപ്പണിംഗ് ബാലൻസ് അവിടെ ഇല്ല. രണ്ടാമത്തെ ഐറ്റം AC ആണ് അല്ലേ. AC ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ ഫിക്സഡ് അസറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ എത്ര അക്കൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഈ ഒറ്റ വിൻഡോയിലൂടെ ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫിക്സഡ് അസറ്റ് മാത്രമല്ല വേറെ ഏത് അക്കൗണ്ട് ഉണ്ടെങ്കിലും എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഞാൻ ട്രാവലിംഗ് എക്സ്പെൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഇത്തരത്തിൽ എത്ര അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് ഒരേ സമയം ഒറ്റ വിൻഡോയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് എന്താണ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 2 അക്കൗണ്ടുകളാണ് സെൽഫോണും AC-യും. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, യെസ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ അക്കൗണ്ടുകൾ എന്താണ് ക്രിയേറ്റ് ആയോ എന്ന് വൗച്ചർ എൻട്രി ഇടുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ട്രാൻസാക്ഷനിൽ പോയി ഏത് വൗച്ചറാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പൈസ കൊടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ക്യാഷ് പോയിട്ടാണ് നമുക്ക് ഈ ഫിക്സഡ് അസറ്റ് എന്താണ് വരുന്നത് ബിസിനസ്സിൽ അല്ലേ. നമ്മുടെ ട്രാൻസാക്ഷൻ എൻട്രി ആണെങ്കിൽ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അസറ്റ് ആണ്. അസറ്റ് വരുന്നെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സെൽഫോൺ ഞാൻ ഡെബിറ്റ് ചെയ്യുന്നു. ആദ്യം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. അടുത്ത ക്രെഡിറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഇടാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അടുത്ത അക്കൗണ്ട് എനിക്ക് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഞാൻ AC ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അവിടെ D എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി ഡെബിറ്റായി മാറി. കണ്ടോ, അവിടെ ഞാൻ AC സെലക്ട് ചെയ്തു. എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 24,000 രൂപയാണ്. ഇനി എനിക്ക് ക്രെഡിറ്റ് ചെയ്യാം ഏതാണ്, ക്യാഷ് അല്ല ബാങ്ക് ആണ് അല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം 5 ലക്ഷം രൂപ ബാലൻസ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 രൂപ പോലും ഇതുവരെ നമ്മൾ ചിലവാക്കിയിട്ടില്ല. ഈ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് 29,000 രൂപ നമ്മൾ എന്താണ് AC മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തതിനാൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത് 4,71,000 രൂപയാണ് അല്ലേ. 29,000 പോയിട്ട് ബാക്കിയുള്ള പൈസയാണ് ഈ കാണുന്നത്. അത് ഞാൻ ജസ്റ്റ് എന്താണ് എൻട്രി ചെയ്യുന്നു. നരേഷൻ കൊടുക്കുകയാണ് ബീയിങ്. നമ്മൾ ഇഷ്യൂ ചെയ്ത ചെക്ക് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് നമ്പർ കൊടുക്കാം. ചെക്ക് നമ്പർ നമ്മളെ മാക് കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യത്തെ ചെക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെക്ക് നമ്പർ 1 എന്നിവിടെ വന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ 6 നമ്മൾ ഇത്തരത്തിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ 7 എന്താണെന്ന് പരിശോധിക്കാം. ട്രാൻസാക്ഷൻ 7 നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 15, 2024 ഇഷാൻ ഹയർഡ് ആൻ ഓഫീസ് സ്പേസ് ഫോർ 3,000 പെർ മന്ത് on April 1st, 2024 and paid 50,000 by check as security deposit. നമ്മുടെ ഓഫീസിൽ സ്പേസ് വളരെ കുറവാണ്. നമുക്ക് ചെറിയൊരു സ്പേസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എന്താണ് സ്മൂത്ത് ആയിട്ട് പോകും. നമുക്കൊരു സ്പേസ് കൂടെ അവൈലബിൾ ആണെങ്കിൽ വളരെയധികം എന്താണ് ഉപകാരമായിരിക്കുമെന്ന് നിങ്ങൾ ഇഷാനോട് പറയുക. അതനുസരിച്ച് ഇഷാൻ എന്ത് ചെയ്തു, ഇഷാൻ ഒരു ഓഫീസ് സ്പേസ് കണ്ടെത്തി ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ എന്താണ് ആ ബിൽഡിങ്ങിന്റെ ഓണർ പറഞ്ഞത് 3,000 രൂപ മാസം വാടകയ്ക്ക് ഞാൻ ആ ഓഫീസ് നിങ്ങൾക്ക് തരാം. ഏപ്രിൽ 1, 2024 മുതൽ എന്താണ് എഗ്രിമെന്റ് വെക്കാം. അതായത് ഈ മാസം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഏപ്രിൽ മാസം. അപ്പോൾ ഏപ്രിൽ 1 തൊട്ട് നമുക്ക് എന്താണ് എഗ്രിമെന്റ് വെക്കാം. അതായത് എല്ലാ മാസവും 1-ാം തീയതി നിങ്ങൾ എനിക്ക് പേയ്മെന്റ് തരിക. 3,000 രൂപയാണ് വാടക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, 50,000 രൂപ എനിക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂടെ തരണം. ഒരു കെട്ടിടം നമ്മൾ വാടക എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉടമ മേടിക്കും. കാരണം ഫ്യൂച്ചറിൽ എന്താണ് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ആ കെട്ടിടത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ അതിൽ നിന്ന് എന്താണ് ആ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ഇങ്ങനെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് പൈസ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഇഷാൻ അങ്ങനെ അത് എഗ്രി ചെയ്തു. മാസം 3,000 രൂപ വാടക കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് 3,000 രൂപ വാടക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ, 3,000 രൂപ കൊടുത്തിട്ടില്ല. പക്ഷേ 50,000 രൂപ കൊടുത്തു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട്. 3,000 രൂപ നമുക്ക് വാടക എന്താണ് ഡ്യൂ ആവുന്ന സമയത്ത് കൊടുത്താൽ മതി. 50,000 രൂപ നമ്മളിപ്പോൾ കൊടുത്തു അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് കൊടുത്തത് ചെക്കായിട്ടാണ്. അപ്പോൾ ചെക്ക് എന്ന് കേട്ടാൽ തന്നെ അറിയാം നമ്മൾ എവിടെ നിന്നാണ് പൈസ പോകുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പൈസ പോകുന്നത്. കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ AC മൊബൈൽ ഫോണും മേടിച്ച് നമ്മൾ 29,000 രൂപ എന്താണ് ചെക്ക് കൊടുത്തു. ഇത് അടുത്ത നമ്മൾ എന്താണ് ഒരു 50,000 രൂപയുടെ ചെക്ക് കൂടെ കൊടുക്കുകയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട്. മനസ്സിലാക്കണം, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് കേട്ടാൽ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കേണ്ടത് അത് ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണോ എന്ന് ചോദിച്ചാൽ എക്സ്പെൻസ് അല്ല. എന്തുകൊണ്ടാണ്, പൈസ നമ്മൾ ചെലവാക്കുന്നില്ല, പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല, നമ്മൾ ഒരാൾക്ക് കടമായിട്ട് കൊടുക്കുന്നു എന്ന് കരുതിയാൽ മതി.
ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മളെ പൈസ ഒരാളെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ആ ബിൽഡിംഗ് വിടുന്ന സമയത്ത് ആ 50,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അതിനർത്ഥം നമ്മൾ ബാങ്കിൽ ഇടുന്നതും അലമാരകത്ത് വെച്ചിരിക്കുന്നതും അതുപോലെ എന്താണ് ആ ബിൽഡിങ്ങിന്റെ ഓണർ കൈ കൊടുത്തിരിക്കുന്നതുമായിട്ട് ഒരു വ്യത്യാസമില്ല, എല്ലാം ഈക്വൽ ആണ്. നമ്മുടെ പൈസ അവിടെ അവർ കീപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ചിലവാക്കാൻ വേണ്ടി കൊടുത്ത് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ അതെന്താണ് എക്സ്പെൻസ് ആയതിന് നമുക്ക് തിരിച്ചു കിട്ടാത്ത പൈസയാണ്. ഇത് നമ്മുടെ പൈസ നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ഇനത്തിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് നമ്മളൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ എന്താണോ ബിൽഡിംഗ് വിടുന്നത് ആ സമയത്ത് ആ പൈസ നമുക്ക് തിരിച്ചു തരും. അതുകൊണ്ട് അത് നമുക്ക് ചിലവല്ല, വരവുമല്ല, നമ്മൾ പൈസ കീപ്പ് ചെയ്യാണ്. നമ്മളതിനെ അസറ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? കറണ്ട് അസറ്റ് ആണ്. ഏത് നിമിഷവും നമുക്ക് എന്താണ് ആ ഇടപാട് ആ കോൺട്രാക്ട് ക്ലോസ് ചെയ്തുകൊണ്ട് ആ പൈസ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ് ആണ്. ഇത്തരത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിനെ സംബന്ധിച്ച് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പൊ ഇവിടെ രണ്ട് അക്കൗണ്ട് ഉണ്ട്. ഒന്ന് എന്താണ് ബാങ്കും, മറ്റൊന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ആണ്, അല്ലേ? ഈ രണ്ട് അക്കൗണ്ടിൽ അപ്പൊ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പൈസ 50,000 കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നൽകുന്ന ആൾ അവിടെ ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് മനസ്സിലാക്കി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ്. ഡെബിറ്റ് എന്ന് വെച്ചാൽ അസറ്റിനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ട്രാൻസാക്ഷനിൽ അസറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് എന്താണ് അത് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ബിസിനസ്സിൽ ഒരു അസറ്റ് ഇല്ലേ, അസറ്റ് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും അതിനെ ഡെബിറ്റ് ചെയ്താൽ അസറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അസറ്റ് കുറയുന്നു. ഇവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള കറണ്ട് അസറ്റ് നമ്മൾ ബിസിനസ്സിൽ കൂടാൻ വേണ്ടി 50,000 രൂപയ്ക്കുള്ള ഒരു കോൺട്രാക്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഏത് നിമിഷവും നമുക്ക് എന്താണ് വേണ്ടെന്ന് പറഞ്ഞാൽ പൈസയാക്കി മാറ്റാം, അല്ലേ? അപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെയാണ് അത് നമ്മൾ കീപ്പ് ചെയ്യുകയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട്. അങ്ങനെ അസറ്റ് വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം അതിനെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ ട്രാൻസാക്ഷൻ പറയും? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലേ? ഇവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു അതിനെ കൂട്ടിക്കാണിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഈ ട്രാൻസാക്ഷനിൽ പൈസ നൽകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്രെഡിറ്റ് ദ ഗിവർ എന്ന റൂൾ അനുസരിച്ചുകൊണ്ട് അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നമുക്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യേണ്ട രണ്ട് അക്കൗണ്ടുകൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്, അല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കറണ്ട് അസറ്റിന്റെ അണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, എങ്കിൽ മാത്രമേ ഈ ട്രാൻസാക്ഷൻ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അത് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വൗച്ചർ വരെയാണ് നമുക്കറിയാം. പേയ്മെന്റ് വൗച്ചറാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് പേയ്മെന്റ് കൊടുത്തത്, അല്ലേ? ഇവിടെ ഡെബിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. നമ്മളിവിടെ ആൾട്ട് സി ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇത് ഏതിന്റെ അണ്ടറിലാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ കറണ്ട് അസറ്റിൽ പോയി ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കറണ്ട് അസറ്റ് തന്നെയാണ്. നമുക്ക് എന്താണ് ഡെപ്പോസിറ്റ് അസറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ഉപയോഗം എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് അസറ്റ് എന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയൊക്കെ ഡെപ്പോസിറ്റ്സ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് തന്നെ കാണാൻ പറ്റും. നമ്മൾ ഈ കറണ്ട് അസറ്റ് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടികരമായിട്ട് ശരി തന്നെയാണ്, കറണ്ട് അസറ്റ് തന്നെയാണ്. ഡെപ്പോസിറ്റ്സ് അസറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സുമായി കൊടുത്തിട്ടുള്ള എല്ലാ ഡെപ്പോസിറ്റ്സും നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണെന്നുള്ളത്. പെട്ടെന്ന് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മൾ എന്താണ് എളുപ്പത്തിന് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പൊ ഡെപ്പോസിറ്റ് അസറ്റ്സ് ടാലി പ്രൈമിൽ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഉള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കറണ്ട് അസറ്റ് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ എൻ്റർ ചെയ്ത് പോവുകയാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്, അല്ലേ? നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് നമുക്കറിയാം. ഇവിടെ ക്യാഷ് അല്ല, നമ്മൾ പകരം ബാങ്കാണ്, ചെക്കാണ് കൊടുത്തേക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയും? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, അല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 50,000 രൂപ. അപ്പൊ നേരത്തെ നമ്മൾ 29,000 രൂപ അസറ്റ് വാങ്ങിക്കാൻ കഴിഞ്ഞ ട്രാൻസാക്ഷൻ കൊടുത്തതാണ്. അതോടൊപ്പം ഈ 50,000 രൂപ കൊടുത്തപ്പോൾ കയ്യിലുള്ള എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള ബാലൻസ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിൽ നിന്നും ഈ രണ്ട് എമൗണ്ടും കുറച്ച് 4,21,000 രൂപയായി മാറിയിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് നരേഷൻ കൊടുക്കാം. 15/4/2024. ഞാൻ ഈ ട്രാൻസാക്ഷൻ സേവ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ പരിശോധിക്കാം. ട്രാൻസാക്ഷൻ 8, അല്ലേ? അതിലെന്താണ് ഇടപാട് നോക്കിയാൽ ഏപ്രിൽ 16, 2024 രാവിലെ ഇഷാൻ ഒരു കോഡ് പോവുകയാണ് നിങ്ങളുടെ ഓഫീസിൽ. നിങ്ങൾ തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾ പറയാണ്, സാറേ നമുക്ക് മൊബൈൽ ഫോണൊക്കെ വാങ്ങി തന്നു, പക്ഷേ അതിന്റെ കണക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. കണക്ഷൻ എടുത്ത് ആക്റ്റീവ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് എന്താണ് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇഷാൻ ചോദിച്ചു ഏത് കണക്ഷനാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ജിയോ ടെലികോമിൽ നല്ല ഓഫർ ഉണ്ട്, അത്തരത്തിൽ ജിയോയുടെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുക്കാമെന്ന് പറയാം. ഇപ്പൊ പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് കണക്ഷൻ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. പ്രീപെയ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ട് എന്താണ് ഓരോ മാസവും അല്ലെങ്കിൽ എന്താണ് ആ പീരീഡ് കഴിയുന്ന സമയത്ത് കണക്ഷൻ നിശ്ചലമാവും. പിന്നെ നമുക്ക് ഇൻകമിങ്ങോ ഔട്ട് ഗോയിങ്ങോ ഒന്നും ഉണ്ടാവില്ല. ആ സമയമാകുമ്പോൾ നമ്മൾ എന്താണ് റീചാർജ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ടിന് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ റീചാർജ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രീപെയ്ഡ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ച് ഇതുപോലെ എപ്പോഴും നമുക്ക് എന്താണ് റീചാർജ് ചെയ്യാൻ സാധിക്കില്ല, പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ തലവേദനയില്ല. കാരണം മന്ത്ലി നമ്മൾ എത്രയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചുള്ള ബില്ല് നമുക്ക് കിട്ടും. അത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്
ആ നമ്മൾ എടുക്കുന്ന പ്ലാന് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ നമുക്ക് ആവശ്യമാണെന്ന് നിങ്ങൾ ഇഷാനെ അറിയിക്കുകയാണ്. അപ്പോൾ ഓണർ ഇഷാൻ എന്ത് ചെയ്തു, ആ ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുക്കാൻ പറയും. അപ്പോൾ ജിയോ പറയുന്നത് 1500 രൂപ നിങ്ങളൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. കാരണം നിങ്ങൾ ഈ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പൈസ തരാതിരുന്നു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് അത് സാധിക്കുകയുള്ളൂ. ഒരു കമ്പനിയുമായി മറ്റൊരു കമ്പനി ഡീലിംഗ് നടത്തുമ്പോൾ അവരുടെ കമ്പനി സേഫാക്കി വെക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ. ഇവിടെ ടെലികോം കമ്പനിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു കമ്പനികളുമായി ഒരു കോൺട്രാക്ട് വെക്കുന്ന സമയത്ത് അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങി വെക്കും. ഫ്യൂച്ചർ നഷ്ടത്തിലാണ്, കമ്പനിക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഈ പൈസ അവർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 1500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ കിട്ടുള്ളൂ എന്നാണ് ജിയോ ടെലികോം പറഞ്ഞത്, ഇല്ലേ? അതുകൊണ്ട് നമ്മൾ ഇഷാൻ അത് അറിയിച്ചു. ഇഷാൻ എന്ന് പറഞ്ഞു 1500 രൂപ കൊടുത്ത് നിങ്ങളൊരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആ മൊബൈലിലേക്ക് എടുക്കാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് പൈസ റിട്ടേൺ കിട്ടണം. അതിനാണ് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ജിയോ ടെലികോം നമ്മൾ 1500 രൂപ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൈസ ഈ പറഞ്ഞ പോലെ 1500 നമ്മളിവിടെ സൂക്ഷിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്കത് എക്സ്പെൻസ് അല്ല, ഇൻകം അല്ല, കറണ്ട് അസറ്റ് ആണ്. നമ്മളൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ 1500 രൂപ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ ട്രാൻസാക്ഷൻ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ട്രാൻസാക്ഷൻ നമ്മൾ കൊടുത്തത് ചെക്കാണ്. പക്ഷേ ഈ ട്രാൻസാക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആണ് കേട്ടോ. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ജേർണലിൽ നോക്കാം, സെക്യൂർ ഡെപ്പോസിറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ സെക്യൂർ ഡെപ്പോസിറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് ആയിരുന്നു, അല്ലേ? അപ്പൊ സെക്യൂർ ഡെപ്പോസിറ്റ് കറണ്ട് അസറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു 1500 രൂപ. പിന്നെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ എന്താണ്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്താണ് അതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ആ കാരണം കൊണ്ട് ക്യാഷിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. നമുക്ക് 2 അക്കൗണ്ടുകൾ ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ക്യാഷും. ഈ 2 അക്കൗണ്ടുകൾ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അല്ലേ? മുമ്പുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ക്യാഷ് ആൾറെഡി അതിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ കഴിഞ്ഞ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നേരെ ട്രാൻസാക്ഷൻ പോയി അത് പോസ്റ്റ് ചെയ്യാന്ന് മാത്രമാണ്, അല്ലേ? വൗച്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പേയ്മെന്റ് വൗച്ചറാണ്. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, വേറെ ഒരു വ്യത്യാസമില്ല. നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1500 ആണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഓഫീസ് സ്പേസുമായി ബന്ധപ്പെട്ട് ഒരു 50,000 രൂപ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ ജിയോയ്ക്ക് നമ്മളൊരു 1500 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 51,500 രൂപ നമ്മുടെ ക്യാഷ് നാട്ടുകാരുടെ കയ്യിലുണ്ട്. ഇത് ഏത് സമയം നമുക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇവിടെ രണ്ടാമത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, നമ്മളുടെ ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1500 രൂപ, അല്ലേ? ക്യാഷിൽ നിന്ന് 1500 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ 50,000 കൊടുത്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ 1500 രൂപ കൊടുക്കുന്ന ചെറിയ എമൗണ്ട് ആണ് നമ്മൾ ക്യാഷിൽ നിന്നാണ് കൊടുക്കുന്നത്. ബീയിങ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ. അപ്പൊ ട്രാൻസാക്ഷൻ ഞാൻ ഇവിടെ സേവ് ചെയ്യുകയാണ്. ഏപ്രിൽ 18, 2024 എന്താണ് രാവിലെ ഇഷാൻ ഓഫീസിലേക്ക് 2 ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നു, സാർ ഇതൊക്കെ ആരാണ്? ഇഷാൻ പറഞ്ഞത് രശ്മി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ആസ് മാനേജർ. നിങ്ങളുടെ മാനേജറായിട്ട് ഒരു ലേഡി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിസ്റ്റർ അജയ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജറായിട്ടും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എന്താണ് ഇഷാൻ നമ്മുടെ ഓണർ ഡയറക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങളടുത്ത് പറയാണ്, നിങ്ങൾ അക്കൗണ്ട്സ് ഇരിക്കുന്ന ആളായതുകൊണ്ട് അവർക്ക് സാലറി കൊടുക്കേണ്ടത് ഈ ഒരു ക്രമത്തിലാണ്. രശ്മിക്ക് മാസം 9,000 രൂപ സാലറി കൊടുക്കുക. അതുപോലെ അജയ് എന്ന വ്യക്തിക്ക്, അസിസ്റ്റന്റ് മാനേജറായി എടുത്തിട്ടുള്ള അജയ് എന്ന വ്യക്തിക്ക് 6,500 രൂപ മാസം കൊടുക്കുക. അപ്പൊ ഇതൊരു എഗ്രിമെന്റ് ആണ്. അപ്പൊ ഇതിനർത്ഥം എഗ്രിമെന്റ് വെച്ച് രാവിലെ വന്നിട്ട് പോയതാണ്, വന്ന ഉടനെ വിളിച്ചിരുത്തി പൈസ കൊടുത്തെന്നല്ല. അതിനർത്ഥം അവരെ മന്ത്ലി സാലറി ടേംസ്, അല്ലെ, ഈ എമൗണ്ട് മാസാമാസം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്താണ് ഇഷാൻ അപ്പോയിന്റ് ചെയ്തു അവിടെ കൊണ്ടുവന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഇടപാട് നടന്നിട്ടില്ല, ക്യാഷ് കൊടുത്തില്ല, ചെക്ക് കൊടുത്തില്ല, ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്കൊരു ടേംസ് മാത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടാലി പ്രൈമിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നമ്മൾ ഇടേണ്ടതായിട്ടുണ്ടോ? ഒരു ട്രാൻസാക്ഷൻ ഇടേണ്ടതായിട്ടില്ല. അപ്പോൾ 9ാമത്തെ ട്രാൻസാക്ഷൻ നോട്ട് ആപ്ലിക്കബിൾ ആണ്, ടാലി പ്രൈമിൽ ഇടണ്ട. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത്തരത്തിലൊരു ആക്ട് ബിസിനസ്സിൽ നടക്കുന്നത് നോർമൽ ആയിട്ടുള്ളതാണ്, അല്ലേ? നമ്മൾ മാനേജ്മെന്റ് പല ആൾക്കാരെ കമ്പനിയിൽ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഓരോ പോസ്റ്റിലേക്ക് നിയമിക്കും. അവർക്ക് ഇന്ന ടേംസിൽ അവർക്കൊരു പാക്കേജ്, ഇല്ല സാലറി ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും കൊടുക്കാമെന്ന് പറയും. അത് അക്കൗണ്ട്സിനെ അറിയിക്കും. കമ്പനിയുടെ പോളിസി അനുസരിച്ച് മാസാമാസം അവർക്ക് സാലറി കൊടുക്കുമെന്നുള്ളതാണ്. ഇതിൽ പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻസോ ഒന്നും തന്നെ ആവശ്യമില്ല. നോ എൻട്രി ഈസ് റിക്വയർഡ് ഫോർ ദിസ് ട്രാൻസാക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. ഇത് വാക്കാലം എന്ന് പറഞ്ഞ് അവരെ കോൺട്രാക്റ്റും ഒരു എഗ്രിമെന്റ് ഒക്കെ ഏൽപ്പിച്ചിട്ട് പോയതേ ഉള്ളൂ. സാലറി ഒന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമ്മൾ ട്രാൻസാക്ഷൻ 10 നോക്കാം.
ഏപ്രിൽ 20 രാവിലെ നിങ്ങൾ വന്ന് നോക്കിയ സമയത്ത് അവിടെ സ്റ്റേഷനറി ഒന്നും ഇല്ല. ഓഫീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പൊ സ്റ്റാപ്ലർ ആയാലും അതിന്റെ പിന്നായാലും പ്രിന്ററിന്റെ കാട്രിഡ്ജ്, ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ഇഷാന്റെ അടുത്ത് പറയുന്നു, സാർ നമുക്ക് കുറച്ച് സ്റ്റേഷനറി ആവശ്യമാണ്. അപ്പൊ ഇഷാൻ ഓണർ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ സ്ഥിരമായിട്ട് സ്റ്റേഷനറി സപ്ലൈ ചെയ്യുന്ന ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് കടത്തിന് സാധനം വാങ്ങാം, കുറച്ച് നമുക്ക് അവർക്ക് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യാം. ബിസിനസിനെ സംബന്ധിച്ച് അത് ലോങ് ടൈം റണ്ണിങ് ആകുമ്പോൾ ലാഭകരമാണ്. നമ്മൾ സഡൻ ആയിട്ട് പേയ്മെന്റ് റിലീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ കോസ്മോസ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി ഷോപ്പ് നിങ്ങൾ കണ്ടെത്തി. അവരുമായിട്ടുള്ള ടേംസ് അനുസരിച്ചുകൊണ്ട് കടത്തിന് അവർ സാധനം നിങ്ങൾക്ക് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യം ഇഷാനെ അറിയിച്ചു. ഇഷാൻ എഗ്രി ചെയ്തു, എന്താണ് സ്റ്റേഷനറി അവിടെ നിന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞു. കോസ്മോസ് സ്റ്റേഷനറി നമ്മൾ എന്താണ് ഓഫീസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനറി വാങ്ങി എന്നുള്ളതാണ്. ക്യാഷുമായി ബന്ധപ്പെട്ടോ ബാങ്കുമായി ബന്ധപ്പെട്ടോ ഒരു അക്കൗണ്ട് അവിടെ വരില്ല. കാരണം ഓൺ ക്രെഡിറ്റ് കടത്തിനാണ് ഇടപാട് നടന്നിട്ടുള്ളത്. അപ്പൊ കടത്തിനാവുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു അക്കൗണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനമായിരിക്കും, അല്ലേ? സ്ഥാപനമാണ് നമുക്ക് കടത്തിന് തരുന്നത്. അപ്പൊ ഒന്ന് കോസ്മോസ് സ്റ്റേഷനറി ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പൊ സ്ഥാപനമോ വ്യക്തിയിലാണെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നൽകുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ കോസ്മോസ് സ്റ്റേഷനറി അവിടെ ക്രെഡിറ്റ് ആണ് നമ്മൾ ഉറപ്പിച്ചു, വേറെ ഒന്നുമില്ല. രണ്ടാമത്തെ അക്കൗണ്ട് സ്റ്റേഷനറി ആണ്. ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, അല്ലേ? ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് അവിടെ എക്സ്പെൻസോ ചിലവോ വരവോ അതുപോലെ എന്താണ് നേട്ടങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നോമിനൽ അക്കൗണ്ട് റൂളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ 2500 നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, ചിലവാണ്, അല്ലേ? നമ്മൾ ഓഫീസിലേക്ക് സാധനം വാങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കോസ്മോസ് സ്റ്റേഷനറി നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക നേരത്തെ മനസ്സിലാക്കിയതാണ്. ജനററി പറയുകയാണെങ്കിൽ സ്റ്റേഷനറി എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു കോസ്മോസ് സ്റ്റേഷനറി, അല്ലേ? ഇവിടെ എന്താണ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്ന വെച്ചാൽ എക്സ്പെൻസ് എന്താണ് ബിസിനസ്സിൽ കൂടുകയാണ്. ആ എക്സ്പെൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് ആവും, അതെന്താണ് എക്സ്പെൻസ് കുറഞ്ഞു വരും, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് തന്നെ ചെയ്യണം. ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് നടക്കുകയുള്ളൂ, ജേണൽ എൻട്രി കറക്റ്റ് ആവുകയുള്ളൂ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുന്നതിന് വേണ്ടി നമ്മൾ ഡെബിറ്റ് ചെയ്തു, ലയബിലിറ്റി കൂട്ടി കാണിക്കാൻ നമ്മൾ എന്താണ് ക്രെഡിറ്റ് ചെയ്തു കോസ്മോസ് സ്റ്റേഷനറിയെ. അതായത് കോസ്മോസ് സ്റ്റേഷനറിക്ക് നമ്മൾ 2500 രൂപ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കൊടുക്കാനുള്ളതായിട്ട് ബിസിനസ്സിൽ കാണാൻ സാധിക്കും. കാരണം അവിടെ കൊടുക്കാനുള്ള ലയബിലിറ്റി, ബാധ്യത കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ അതിനെ ക്രെഡിറ്റ് ചെയ്തത്. ഇവിടെ ഏതൊക്കെ അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്റ്റേഷനറി എക്സ്പെൻസസ് ആൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോസ്മോസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം അതിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഈ ഇടപാട് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ നമ്മളിത് ഏത് വൗച്ചറിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നതാണ് അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ക്യാഷ് ഇടപാടോ ബാങ്ക് ഇടപാടോ ആണെന്ന് ചോദിച്ചാൽ ആ ട്രാൻസാക്ഷൻ ക്യാഷ് ഇടപാടുമല്ല ബാങ്ക് ഇടപാടുമല്ല, അത് കടത്തിനുള്ള ഇടപാടാണെങ്കിൽ നമ്മൾ നേരെ പോകേണ്ടത് ജേണൽ വൗച്ചറിലാണ്, അല്ലേ? എന്തിനാണ്? അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പൈസ ഇനി കൊടുക്കാനുള്ളത് കാണിക്കാനും അതുപോലെ കിട്ടാനുള്ളത് കാണിക്കാനും നമ്മൾ ജേണൽ വൗച്ചറിലാണ് എന്താണ് ആ ഇടപാടുകൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ കോസ്മോസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് അത് ജേണൽ വൗച്ചറിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ ഞാനിവിടെ ജേണൽ വൗച്ചർ എടുക്കുന്നു. ഇവിടെ ഡെബിറ്റ് എന്ന് വെച്ചാൽ എക്സ്പെൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? ഏതാണ് എക്സ്പെൻസ് എന്ന് ചോദിച്ചാൽ സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്, അല്ലേ? എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2500. നിങ്ങൾക്ക് ഇവിടെ കാണാം ആൾറെഡി 2000 നമ്മൾ മുമ്പ് ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. അതിന്റെ കൂടെ 2500 രൂപയും കൂടി ബിസിനസ്സിൽ എന്താണ് സ്റ്റേഷനറി എക്സ്പെൻസ് എടുത്ത് കൂടുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം 4500 രൂപയായി മാറിയിട്ടുണ്ട്, അല്ലേ? നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഇവിടെ കോസ്മോസ് സ്റ്റേഷനറി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്രിയേറ്റ് ചെയ്യണം, കോസ്മോസ് സ്റ്റേഷനറി, അല്ലേ? ബിസിനസ്സിൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള, അല്ലേ, കസ്റ്റമേഴ്സിന് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ അണ്ടറിൽ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നു. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2500. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ 2500 രൂപ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് കാണുന്നത് നമ്മുടെ ബിസിനസ് സംബന്ധിച്ച ഒരു ലൈബിലിറ്റി ആണ്. കോസ്മോസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ആ പേയ്മെന്റ് കൊടുക്കാനുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. 125 ഡേറ്റഡ് 24/2024. അപ്പൊ ഈ ട്രാൻസാക്ഷൻ ഞാൻ സേവ് ചെയ്യുന്നു. നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കുറെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് സർവീസ് ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 21/4/2024 ഒരു കസ്റ്റമർ നമ്മളെ സമീപിക്കുകയാണ്. അവർക്കൊരു സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ ഓണർക്ക് വളരെ സന്തോഷമായി, നമുക്കും സന്തോഷമായി. കാരണം ഇത്തരത്തിൽ ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് സാലറി കിട്ടുള്ളൂ, കമ്പനി നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുകയുള്ളൂ. ഇപ്പൊ ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനി ഇഷാനുമായി നമ്മുടെ ഓണറുമായി സൈൻ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ കൺസൾട്ടൻസി സർവീസസ് അവർക്ക് നൽകാം. നിങ്ങൾക്കായി നമ്മൾ ചെയ്തു തരുന്ന ഈ കൺസൾട്ടൻസി സർവീസിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 90,000 രൂപയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി, ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു 30,000 രൂപ തരണം. ബാക്കി പൈസ നമ്മുടെ ടേംസ് അനുസരിച്ച് പിന്നെ നിങ്ങൾ തന്നാൽ മതി എന്ന് പറയും. ഇപ്പൊ ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന ആ കമ്പനി അത് അംഗീകരിച്ചു. 30,000 രൂപ നമുക്ക് എന്താണ് അഡ്വാൻസ് ആയിട്ട് തന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 അക്കൗണ്ടുകളുണ്ട്. 30,000 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് അവർ തന്നു, അല്ലേ? അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് വരുന്നു, അതൊരു അക്കൗണ്ടാണ്. നമ്മുടെ വരുമാനവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ സർവീസ് ഒന്നും ചെയ്തിട്ടില്ല.
സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞ് 90,000 രൂപയ്ക്ക്, പക്ഷെ എന്താണ് നമ്മൾ സർവീസ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഗോൾഡ് സ്റ്റാറുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരിൽ നിന്നും പൈസ നമ്മൾ അഡ്വാൻസ് ആയി വാങ്ങി വെച്ചിരിക്കുകയാണ്. 30,000 രൂപ നമുക്ക് അഡ്വാൻസ് വേണമെങ്കിൽ നമ്മൾ എന്താണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് സർവീസ് ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കസ്റ്റമറിന് നമ്മൾ അഡ്വാൻസ് വാങ്ങുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും മനസ്സിലാക്കണം, കസ്റ്റമറിനെ സംബന്ധിച്ച് അവർക്കത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്, നമ്മുടെ കയ്യിൽ പൈസ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഓഫീസ് സ്പേസിന് നമ്മൾ അങ്ങോട്ട് 50,000 രൂപ കൊടുത്തു, ജിയോയ്ക്ക് നമ്മൾ 1,500 കൊടുത്തു. നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണ്, കാരണം നമ്മൾ അവരെ പൈസ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഏത് നിമിഷം നമുക്ക് തിരിച്ചു മേടിക്കാം. ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. ഗോൾഡ് സ്റ്റാർ 90,000 രൂപയ്ക്കുള്ള വർക്കിന് 30,000 രൂപ നമുക്ക് അഡ്വാൻസ് തന്നിരിക്കുകയാണ്. നമ്മൾ വർക്ക് ഇതുവരെയും ചെയ്തിട്ടില്ല. ഗോൾഡ് സ്റ്റാറിന്റെ ഓണർക്ക് എപ്പോഴാണോ മനസ്സ് മാറുന്നത് അറിയില്ല, ആ 30,000 രൂപ എന്താണ് തിരിച്ചു മേടിക്കുന്നു, എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ തീർച്ചയായും ആ പൈസ കൊടുക്കണം. അപ്പൊ ആ പൈസ നമുക്ക് ഉപയോഗിക്കാൻ ആയിട്ടില്ല, കാരണം നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവീസ് അവർക്ക് കൊടുത്തിട്ടില്ല, ജസ്റ്റ് അത് വാങ്ങി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ലൈബിലിറ്റി ആണ്. ഏത് നിമിഷവും എന്താണ് ഗോൾഡ് സ്റ്റാർ അത് ചോദിക്കാം. നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഇൻകം ആയി. സർവീസ് ചെയ്യുന്നവരെ നമുക്ക് ലൈബിലിറ്റി ആണ്. അപ്പൊ ആ സമയം വരെ ടാലി പ്രൈമിൽ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ലൈബിലിറ്റി ആയിട്ടാണ് കാണിക്കേണ്ടത്. നമ്മൾ ബിസിനസ്സിൽ ആ പൈസ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല, നമ്മൾ സെപ്പറേറ്റ് എന്താണ് ലൈബിലിറ്റി ആയിട്ട് മാറ്റിയിടുകയാണ്. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ട് മനസ്സിലാക്കുക. ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് ബിസിനസ് വരികയാണ് 30,000 രൂപ. ക്യാഷ് വരുന്നത് കൊണ്ട് തന്നെ അസറ്റ് വരുന്നു, നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്യണു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റ്. അതുപോലെ തന്നെ അഡ്വാൻസ് ഫ്രം കസ്റ്റമർ അല്ലേ. ഇവിടെ നമുക്ക് ഗോൾഡ് സ്റ്റാറിനെ കാണിക്കാൻ പറ്റൂല. ആക്ച്വലി നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് സൺഡി ഡെറ്റേഴ്സിന് അണ്ടർ അവരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ടുള്ള പേയ്മെന്റ് കിട്ടിയെങ്കിൽ, ഇവിടെ അങ്ങനെ ഒരു പേയ്മെന്റ് കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ മുൻകൂട്ടി അഡ്വാൻസ് അവരെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരിൽ അണ്ടറിൽ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗോൾഡ് സ്റ്റാർ എന്നുള്ള കമ്പനി കറണ്ട് ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആക്ച്വലി ഗോൾഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് തരുന്നതാണ്, നമുക്ക് പൈസ തരാനുള്ള കസ്റ്റമർ ആണ്. നോർമലി നമ്മൾ അവരെ ക്രിയേറ്റ് ചെയ്യുന്നത് സൺഡി ഡെറ്റേഴ്സിന്റെ അണ്ടറിലാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൺസൾട്ടൻസി സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് സ്റ്റാറിന് നമ്മൾ എന്താണ് സൺഡി ഡെറ്റേഴ്സിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അക്കാണ് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇപ്പൊ കിട്ടിയ പൈസ നമ്മൾ ലൈബിലിറ്റി ആയിട്ട് കാണിക്കണം, കറണ്ട് ലൈബിലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അഡ്വാൻസ് ഫ്രം കസ്റ്റമർ അല്ലേ. ആരെന്നൊക്കെ നമ്മൾ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഈ അക്കൗണ്ടിന്റെ അണ്ടറിലാണ് എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്. അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാധ്യതയാണ്. ബിസിനസ്സിൽ ബാധ്യത കൂട്ടി കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്നുള്ള 30,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് 2 അക്കൗണ്ടുകൾ, ക്യാഷ് ഉണ്ട്, അതുപോലെ അഡ്വാൻസ് ഫ്രം കസ്റ്റമർ ഉണ്ട്. ക്യാഷ് ഓൾറെഡി അതിനകത്തുള്ളതാണ്. അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്നുള്ള എന്താണ് ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഈ ഇടപാട് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ. നമുക്ക് ടാലി പ്രൈമിലേക്ക് പോവാം. ഇനി ഈ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഏത് വൗച്ചറാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പൈസ നമ്മൾ കൊടുത്താണെന്ന് ചോദിച്ചാൽ അല്ല, അപ്പോൾ പേയ്മെന്റ് വൗച്ചർ അല്ല. ക്യാഷ് ബാങ്ക് ഇല്ലാതെ ക്രെഡിറ്റ് ആണെന്ന് ചോദിച്ചാൽ എന്താണ് കടത്തിനുള്ള ഇടപാടുമല്ല, അപ്പോൾ ജേണൽ വൗച്ചറും അല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പൈസ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. 30,000 രൂപ നമ്മൾ വാങ്ങി ഡ്രോയറിനകത്ത് വെച്ചാണ്. അപ്പൊ അത് റെസിപ്റ്റ് വൗച്ചറാണ് അല്ലേ. അപ്പൊ റെസിപ്റ്റ് വൗച്ചർ എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഒന്നും ആലോചിക്കാനല്ല, നമ്മൾ നേരെ റെസിപ്റ്റ് വൗച്ചർ എടുക്കുന്നു. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 2ാമത്തെ റെസിപ്റ്റ് ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. 2ാമത്തെ റെസിപ്റ്റ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് നോക്കാം അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ് ഇവിടെ നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അണ്ടർ കറണ്ട് ലൈബിലിറ്റീസ് അല്ലേ. ആൾട്ട് സീൽ പോകുന്നു, അഡ്വാൻസ് ഫ്രം കസ്റ്റമർ അല്ലേ. കറണ്ട് ലൈബിലിറ്റീസ് ആണ്, ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു അല്ലേ. എത്ര എമൗണ്ട് ആണ് നമ്മൾ സ്വീകരിച്ചതെന്ന് വെച്ചാൽ 30,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഡെബിറ്റ് നമുക്ക് ക്യാഷ് ആയിട്ടോ ചെക്ക് ആയിട്ടോ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവിടെ ക്യാഷ് ആയിട്ടാണ് കിട്ടിയത് അല്ലേ. ക്യാഷ് 30,000 രൂപ. ഇവിടെ ക്യാഷ് ബാലൻസ് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. മുമ്പുള്ള എന്താണ് ക്യാഷ് ബാലൻസിൽ നിന്നും 30,000 കൂടെ അതിന്റെ കൂടെ ആഡ് ആയി വന്നിട്ടുണ്ട് അല്ലേ. മുഖ്യ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നരേഷൻ എഴുതാം. കസ്റ്റമർ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ നരേഷൻ നിർബന്ധമായി ഇത് കാണിച്ചിരിക്കണം. ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ അഡ്വാൻസ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കസ്റ്റമർ ആണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നരേഷൻ എന്താണ് ആ പേര് മെൻഷൻ ചെയ്യണം. അപ്പൊ അത്തരത്തിൽ അക്കൗണ്ടിങ് എളുപ്പമാകണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ജസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്ത് പോവാം. അപ്പൊ ഞാൻ ആ ട്രാൻസാക്ഷൻ എന്താണ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ട്രാൻസാക്ഷൻ 12 ആണ് അടുത്ത ഇടപാട് അല്ലേ. അപ്പൊ ട്രാൻസാക്ഷൻ 12 എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഏപ്രിൽ 23, 2024 രാവിലെ ഇഷാൻ അല്ലേ നിങ്ങളുടെ ഓണർ വിളിച്ചിട്ട് പറയുന്നു നമുക്ക് 30,000 രൂപ എന്താണ് ഡെപ്പോസിറ്റ് ആയിട്ട് ക്യാഷ് കിട്ടി. അപ്പൊ അതിന്റെ കൂടെ ഒരു 20,000 രൂപയുടെ ചേർത്ത് നിങ്ങൾ എന്താണ് ബാങ്കിൽ ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക. ടോട്ടൽ 50,000 രൂപയായി. അപ്പൊ ഇഷാൻ ഡെപ്പോസിറ്റ് ക്യാഷ് ഓഫ് ₹50,000 ഇൻറ്റു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ച് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ നമ്മൾ ചെക്ക് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഫണ്ട് കുറവാണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് 50,000 രൂപ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എന്താണ് പേഴ്സണൽ അക്കൗണ്ട് ആ പൈസ റിസീവ് ചെയ്യാം. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പൊ റിസീവ് ചെയ്യുന്ന ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് പോകുന്നു. ക്യാഷ് എന്ന് വെച്ചാൽ റിയൽ അക്കൗണ്ട് ആണ്, അസറ്റുമായി ബന്ധപ്പെട്ട് അസറ്റ് പോവുകയാണെങ്കിൽ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലെ, പോകുന്ന അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പൊ ജനറൽ നമ്മൾ എങ്ങനെ പറയും? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. രണ്ട് അക്കൗണ്ടുകളും ടാലി പ്രൈമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എന്താണ് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും അല്ലേ? ഏതൊക്കെയാണ് അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ക്യാഷുമാണ്. നമുക്ക് നേരെ ടാലി പ്രൈമിൽ പോയി ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, 50,000 നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഇടുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയാലും നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ആ പൈസ പോകണോ? ഇല്ല. ബിസിനസിന്റെ അത് എക്സ്പെൻസ് ആണോ? അല്ല. ബിസിനസ് ഇൻകം ആണോ? അല്ല. ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൗച്ചർ എന്ന് പറഞ്ഞാൽ കോൺട്രയാണ് അല്ലേ? അപ്പൊ കോൺട്ര വൗച്ചറാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളൊരു കോൺട്ര വൗച്ചർ പോസ്റ്റ് ചെയ്തു, 5 ലക്ഷം രൂപ ആദ്യം നമ്മൾ എന്താണ് ബാങ്കിലേക്ക് മാറ്റിയതാണ്. രണ്ടാമത്തെ കോൺട്ര വൗച്ചറാണ് നമ്മുടെ മാക് കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ട് ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നു ക്യാഷിന്. ഇവിടെ ശ്രദ്ധിക്കാൻ, ക്യാഷിന്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ 3,04,000 ആണ് അല്ലേ? അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ എന്താണ് 50,000 രൂപ ബാങ്കിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ഇവിടെ വ്യത്യാസം വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ 50,000 രൂപ എന്താണ് മാറ്റുക. 3,04,000 നിന്ന് 50,000 പോയിട്ട് ബാലൻസ് ഇപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിലുള്ളത് 2,54,000 ആണ്. അതേസമയം എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വീണ്ടും എന്താണ് അക്കൗണ്ട് ബാലൻസ് കൂടിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ 2 ചെക്ക് ഇഷ്യൂ ചെയ്ത് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 5 ലക്ഷത്തിനോട് അടുപ്പിച്ച് ബാലൻസ് വന്നിട്ടുണ്ട്. 4,71,000 രൂപ അവിടെ കാണിക്കുന്നുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അല്ലേ? 500 രൂപയുടെ ഒരു കെട്ട്, അതായത് 100 എണ്ണം. അപ്പൊ ടോട്ടൽ എത്രയായി? 50,000 രൂപയായി. അതാണ് നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ ഞാൻ എന്താണ് സേവ് ചെയ്യുകയാണ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ പരിശോധിക്കാം. ട്രാൻസാക്ഷൻ 13 എന്താണ് സംഭവിച്ചത് അല്ലേ? ഏപ്രിൽ 25, 2024 മിസ്റ്റർ ഇഷാൻ പെയ്ഡ് ക്യാഷ് ₹1,200 ടുവേർഡ്സ് ഓഫീസ് എക്സ്പെൻസസ്. ഓഫീസ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് ഇഷാൻ ഒരു 1,200 രൂപ എന്താണ് ചെലവാക്കാൻ പറഞ്ഞു. കാരണം ഓഫീസിലുള്ള ആൾക്കാർക്ക് വേണ്ടി ചെറിയൊരു ട്രീറ്റ് ഒക്കെ നടത്തുകയാണ്. അപ്പൊ അങ്ങനെ ചെറിയൊരു അല്ലറ ചിലവെടുക്കുക ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുകയാണ്. അപ്പൊ അത് എന്താണ് ഇഷാൻ പറഞ്ഞു, 1,200 രൂപ അത് ഓഫീസ് എക്സ്പെൻസിൽ എന്താണ് പോസ്റ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പൊ ഓഫീസുമായി വരുന്ന ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ അണ്ടറിലാണ്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള 2 അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്, മറ്റൊന്ന് ഓഫീസ് എക്സ്പെൻസ് ആണ് അല്ലേ? ഓഫീസ് എക്സ്പെൻസ് എന്ന് കേട്ടാൽ തന്നെ അതറിയാം, അത് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുന്ന അക്കൗണ്ടിനെയാണ്. ക്യാഷ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നോ പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് 1,200 രൂപ പോവുകയാണ്. അപ്പൊ അസറ്റ് ബിസിനസ്സിൽ നിന്ന് പോകുമ്പോൾ ഇല്ലേ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ? പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ജനറൽ നോക്കുകയാണെങ്കിൽ ഓഫീസ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ ഇവിടെ നമുക്ക് ഓഫീസ് എക്സ്പെൻസ് എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾ ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്യാഷ് ആൾറെഡി ഡിഫോൾട്ട് ആയിട്ട് അവിടെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഓഫീസ് എക്സ്പെൻസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ ട്രാൻസാക്ഷൻ ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് ഏത് വൗച്ചർ ആണെന്ന് ചോദിച്ചാൽ ഇത് പേയ്മെന്റ് ആണ്, ക്യാഷ് പോകുന്ന എന്താണ് ഇടപാടാണ് അല്ലെ? ഇപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ടത് എക്സ്പെൻസിനാണ് നമുക്കറിയാം. ഇവിടെ ഓഫീസ് എക്സ്പെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓഫീസ് എക്സ്പെൻസസ് അണ്ടർ ഏതിലാണെന്ന് ചോദിച്ചാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ എസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,200 അല്ലേ? രണ്ടാമത് ക്യാഷ് ആണ് നമുക്കറിയാം ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലേ? ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്. എമൗണ്ട് 1,200. ഞാൻ ജസ്റ്റ് ഇവിടെ എന്താണ് ഓഫീസ് എക്സ്പെൻസസ് പെയ്ഡ് എന്ന് കൊടുത്ത് എന്താണ് ആ ട്രാൻസാക്ഷൻ സേവ് ചെയ്യുകയാണ്. ഇവിടെ 2024 ഏപ്രിൽ 26 ഇഷാൻ റിസീവ്ഡ് എ ബിൽ ഓഫ് ₹4,500 ഫ്രം ഡിജിറ്റൽ പോയിന്റ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് ഫോർ പ്രിന്റിംഗ് ഓഫീസ് സ്റ്റേഷനറി അല്ലേ? നമ്മുടെ മാക് കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് റെസിപ്റ്റ് ബുക്ക്, പേയ്മെന്റ് ബുക്ക്, അതുപോലെ എന്താണ് കുറച്ച് വൗച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന്റെ 4,500 രൂപ ബില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അതിനർത്ഥം നമ്മൾ ഈ ഡിജിറ്റൽ പോയിന്റ് 4,500 രൂപ കൊടുക്കാനുണ്ട്. നമുക്കൊരു ലൈബിലിറ്റി ആണ്. അത് നമ്മൾ സിസ്റ്റത്തിൽ കാണിക്കണം. എന്തെങ്കിലും പൈസ കൊടുക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഡിജിറ്റൽ പോയിന്റ് ബാലൻസ് സീറോ ആക്കാൻ പറ്റും അല്ലേ? പൈസ കൊടുക്കുന്ന സമയത്ത് മാത്രം. അപ്പൊ അതുവരെ നമുക്ക് എന്താണ് അത് ലൈബിലിറ്റി ആണ്. അപ്പൊ ഇവിടെ 2 അക്കൗണ്ട് ഉള്ളത്. ഒന്ന് നമുക്കറിയാം ഡിജിറ്റൽ പോയിന്റ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. കാരണം ബിസിനസ്സിൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള അല്ലെ, നമുക്ക് ബാധ്യതയുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ അണ്ടറിലാണ്. അപ്പൊ സ്റ്റേഷനറി എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡിജിറ്റൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് 4,500 രൂപയുടെ ബുക്ക് നമുക്ക് തന്നത് അല്ലേ, ക്രെഡിറ്റ് ദ ഗിവർ, നൽകിയത് എന്താണ് ഡിജിറ്റൽ പോയിന്റ് ആണ്. അക്കാരണം കൊണ്ട് തന്നെ എന്താണ് അവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കാം, സ്റ്റേഷനറി എക്സ്പെൻസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന 4,500 ടു ഡിജിറ്റൽ പോയിന്റ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് 4,500 നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ 4,500 ലയബിലിറ്റി ബിസിനസ്സിൽ കൂടുകയാണ് അല്ലേ, നമ്മൾ കൊടുക്കാനുള്ളതാണ്. എന്തെങ്കിലും പൈസ കിട്ടുന്ന സമയത്ത് ഡിജിറ്റൽ പോയിന്റിന് പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ലയബിലിറ്റി കുറയുകയും അവരുടെ അക്കൗണ്ട് സീറോ ആയി മാറുകയും ചെയ്യുകയുള്ളൂ. സ്റ്റേഷനറി എക്സ്പെൻസസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ അക്കൗണ്ട് ഡിജിറ്റൽ പോയിന്റ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് എന്ന പുതിയ ഒരു കമ്പനിയാണ്. കമ്പനിയുടെ അക്കൗണ്ട് ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്യണം. കാരണം പേയ്മെന്റിന് കൊടുക്കാനുള്ളതായിട്ട് കാണിക്കണം അല്ലേ. അപ്പൊ നമുക്ക് ടാലി പ്രൈമിൽ പോയി ഈ ഇടപാട് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ടാലി പ്രൈമിൽ
പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏത് വൗച്ചർ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ബിസിനസ്സിൽ ക്യാഷോ ചെക്കോ വന്നെന്ന് വെച്ചാൽ വന്നില്ല, ക്യാഷോ ചെക്കോ കൊടുത്താൽ കൊടുത്തില്ല, എക്സ്പെൻസും അല്ല ഇൻകം അല്ല, പിന്നെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാനുണ്ട്, ഒരു ലൈബിലിറ്റിയെ കാണിക്കാനാണ്, ഒരു കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ലൈബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ്. ഏത് വൗച്ചറാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ജേണൽ വൗച്ചറാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ജേണൽ വൗച്ചറിൽ നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യണം? ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റേഷനറി എക്സ്പെൻസ് ആണ് അല്ലേ. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4500. നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇല്ലേ, ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് കോസ്മോസ് സ്റ്റേഷനറി ഉണ്ട്, നമ്മൾ ആൾറെഡി ഒരുപാട് ഡീൽ ചെയ്തിട്ടുള്ളതാണ്, അവർക്ക് പേയ്മെന്റ് കൊടുക്കാനുമുണ്ട്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയൊരു കസ്റ്റമറെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിജിറ്റൽ പോയിന്റ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് അല്ലേ. നമ്മൾ അണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ അണ്ടറിലാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പൈസ കൊടുക്കാനുള്ള കസ്റ്റമറാണ്, അതുകൊണ്ട് തന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ അണ്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ലൈബിലിറ്റി ആണ്. ഞാനിവിടെ എന്താണ് എസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലേ. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4500. സ്റ്റേഷനറി ബില്ല് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, നമ്മൾ ഈ പേയ്മെന്റ് കൊടുക്കാനുള്ളതാണ്, കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ പെയ്ഡ് എന്ന് കാണിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ബീയിങ് സ്റ്റേഷനറി ബിൽ പോസ്റ്റഡ് എന്ന് ഞാൻ നരേഷനിൽ മെൻഷൻ ചെയ്തത്. ഇതിനർത്ഥം ഡിജിറ്റൽ പോയിന്റ് എന്ന ഓഫ്സെറ്റ് പ്രിന്റേഴ്സിന് നമ്മൾ എന്താണ് ഈ 4500 രൂപ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ സ്റ്റേഷനറി എക്സ്പെൻസ് എല്ലാം കൂടെ 9000 രൂപ ആയിട്ടുണ്ട് ഏപ്രിൽ തന്നെ. ഇതിൽ നമ്മൾ 4500 രൂപ കൊടുക്കാനുള്ളത് ഡിജിറ്റൽ പോയിന്റ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സിനാണ് അല്ലേ. അപ്പൊ ഇത് ഞാൻ സേവ് ചെയ്യുകയാണ്. ഇനി ഏപ്രിലുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ഇടപാടാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2024 ഏപ്രിൽ 30 രാവിലെ ഇഷാൻ അല്ലെ നമ്മുടെ ഓണർ വിളിക്കുകയാണ്. 4500 രൂപ പുള്ളിയുടെ പേഴ്സണൽ ആവശ്യത്തിന് എന്താണ് വേണമെന്ന് പറയുക. അപ്പൊ ഒരു ഓണറെ സംബന്ധിച്ച് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ബിസിനസ് സംബന്ധിച്ച് അത് എക്സ്പെൻസ് അല്ല, അത് ഇൻകം അല്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു ബിസിനസ് സംബന്ധിച്ച് എക്സ്പെൻസ് എന്ന് പറയണമെങ്കിൽ ആ ബിസിനസിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്, ആ ബിസിനസിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ആ എമൗണ്ട് നമ്മൾ ചെലവാക്കണം. അത്തരത്തിൽ ചെലവാക്കിയാൽ മാത്രമേ അതിന് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 4500 ബിസിനസ്സിൽ നിന്ന് പോവുകയാണെങ്കിൽ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്താണ്, അത് പ്രൊമോഷന് വേണ്ടിയൊന്നും അല്ല, ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല, ഇഷാൻ എന്ന ഓണറിന്റെ വീട്ടിൽ മലക്കറിയും മീനൊക്കെ മേടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിനെ നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെടുത്താൻ സാധിക്കില്ല. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബിസിനസ്സിൽ 8 ലക്ഷം രൂപ ഇഷാൻ എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് ആ എമൗണ്ട് എന്താണ് ഈ 4500 തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ 8 ലക്ഷം രൂപയിൽ നമ്മൾ ആ എമൗണ്ട് കുറച്ച് കാണിക്കും അല്ലേ. 4500 രൂപ എന്താണ് മുതലാളിയുടെ അക്കൗണ്ടിൽ നമ്മൾ കുറയ്ക്കും. ഇതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇവിടെ 2 അക്കൗണ്ട് ഉണ്ട് അല്ലേ. മുതലാളിമാരുടെ പേഴ്സണൽ യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഒരു അക്കൗണ്ട് ഡ്രോയിങ്സ് ആണ്, മറ്റേ അക്കൗണ്ട് ക്യാഷ് ആണ്. രാവിലെ ഇഷാന്റെ ഡ്രൈവർ ഒന്ന് 4500 രൂപ നിങ്ങളത് വാങ്ങിക്കൊണ്ട് പോയി. അപ്പൊ അതിനർത്ഥം ക്യാഷ് നിങ്ങളുടെ കയ്യിൽ 4500 ബിസിനസ്സിന് പോയി. ക്യാഷ് പോകുമ്പോൾ അസറ്റ് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഡ്രോയിങ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമ്മൾ ബിസിനസ്സിൽ എന്താണ് കുറച്ച് കാണിക്കാൻ വേണ്ടി അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഡ്രോയിങ്സ് എന്ന് പറയുന്ന അക്കൗണ്ട് ഞാൻ പറഞ്ഞു ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ കുറയ്ക്കുന്നത്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ മനസ്സിലാക്കുക, ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഈ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. ഇവിടെ ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് എന്താണ്, അത് ബിസിനസ്സിൽ എന്താണ് കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഡ്രോയിങ്സ് എക്സ്പെൻസോ ഒരു ലൈബിലിറ്റി അല്ല എന്ന് പ്രത്യേകം എന്താണ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ജനറലി നോക്കുകയാണെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ടാലി പ്രൈമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട 2 അക്കൗണ്ടുകളാണ്, ഡ്രോയിങ്സ് എന്നുള്ളതും ക്യാഷ് എന്നുള്ളതും. നമുക്ക് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ഇടപാട് പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കില്ല, കാരണം നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പേയ്മെന്റ് വൗച്ചറാണ്, കാരണം ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ പോകുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്താണ് പേയ്മെന്റ് വൗച്ചറിലാണ് കാണിക്കേണ്ടത്. ഇവിടെ ആൾറെഡി ജേണൽ വൗച്ചറാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ പേയ്മെന്റ് വൗച്ചർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ആണ്. ടാലി പ്രൈമിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡ്രോയിങ്സ്. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് ബിസിനസ് സംബന്ധിച്ച് ലൈബിലിറ്റിയുമല്ല, അസറ്റുമല്ല, ഇൻകം അല്ല, എക്സ്പെൻസും അല്ല അല്ലേ. അപ്പൊ അത് നമ്മൾ ഓൺലി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓണേഴ്സിന്റെ, അതായത് ഇഷാൻ എന്ന് പറയുന്ന ഓണറിന്റെ ക്യാപിറ്റലിൽ നിന്ന്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ. ഞാൻ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. എന്താണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ പോലെ അതെന്താണ് ബാലൻസ് ഷീറ്റിൽ നിന്നും ഓട്ടോമാറ്റിക്കലി എന്താണ് ആ എമൗണ്ട് കുറയുകയുള്ളൂ കേട്ടോ. എത്ര എമൗണ്ട് ആണോ ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് മുതലാളിമാർ വിഡ്രോ ചെയ്യുന്നത് ആ എമൗണ്ട് കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എമൗണ്ട് എഴുതുന്നു 4500 അല്ലേ. ഇനി ക്യാഷ് ആണ് നമുക്ക് ഇവിടെ നിന്ന് പോയത്. എമൗണ്ട് 4500 ആണ്. ബീയിങ് ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. അപ്പൊ ഞാൻ ഈ ട്രാൻസാക്ഷൻ എന്താണ് സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 15 ട്രാൻസാക്ഷനും എന്താണ് ടാലി പ്രൈമിൽ ഏപ്രിലുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഏപ്രിലെ ട്രയൽ ബാലൻസ് നോക്കിയാൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ നമുക്ക് സാധിക്കും. ലെഡ്ജറിന്റെ ബാലൻസ് വെച്ചിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. നമ്മളിട്ടുള്ള എൻട്രീസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഏപ്രിൽ മാസത്തെ ട്രയൽ ബാലൻസ് ഒന്ന് പരിശോധിക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ വന്നുകൊണ്ട് ട്രയൽ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്നത് ട്രയൽ ബാലൻസിന്റെ ഗ്രൂപ്പ് വൈസ് ഡീറ്റെയിൽസ് ആണ്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് ലയബിലിറ്റീസും ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഗ്രൂപ്പ് വൈസ് ആണ് നമ്മൾ ഈ റിപ്പോർട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് ലെഡ്ജർ വൈസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ട്രയൽ ബാലൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ ട്രയൽ ബാലൻസ് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആകുന്നതിന് മുമ്പ് കാലങ്ങളിൽ ആൾക്കാർ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസ് ആയാലും ലെഡ്ജറൊക്കെ ആയാലും അത് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് രജിസ്റ്ററുകളാണ്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ഈ പറഞ്ഞ ജേർണൽ എൻട്രീസ് ആയാലും ലെഡ്ജറിന്റെ ബാലൻസ് ആയാലും അതൊക്കെ ചെയ്തിരിക്കുന്ന എമൗണ്ടുകൾ ആ ഫിഗർ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ട്രയൽ ബാലൻസ് തയ്യാറാക്കി നോക്കുന്നത്. അവിടെ നമുക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പാസ്സാക്കിയിട്ടുള്ള ജേർണൽ എൻട്രീസ് ആയാലും അതുപോലെ തന്നെ ലെഡ്ജർ ബാലൻസിങ് ആയാലും അത് ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയി നമുക്ക് വളരെ എളുപ്പമാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ട്രയൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ സാധിക്കും. ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ കാണുന്നത് ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള അവിടെയുള്ള അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസും അതുപോലെ തന്നെ എക്സ്പെൻസുകളുമാണ്. നമ്മൾ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡ് വരികയാണെങ്കിൽ ലയബിലിറ്റീസ് നമ്മളൊക്കെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകളുടെ ബാലൻസുകളും അതുപോലെ തന്നെ ഇൻകം നമ്മൾ ഈ എടുക്കുന്ന പീരീഡിൽ എത്രത്തോളം ഇൻകം നമുക്ക് വന്നിട്ടുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതും നമുക്ക് ഈ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ അസറ്റും എക്സ്പെൻസും ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും ലയബിലിറ്റിയുമാണ്. ഈ രണ്ട് ഫിഗറും ബിസിനസിനെ സംബന്ധിച്ച് ടാലി ആണെങ്കിൽ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള ഈ ജേർണൽ എൻട്രീസ് എല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 8,51,200 ആണ്. ഈ ട്രയൽ ബാലൻസിന്റെ എമൗണ്ട് ശരിയാണ്. ഇവിടെ ഡെബിറ്റ് സൈഡിൽ നമുക്കറിയാം അസറ്റും എക്സ്പെൻസും ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ 24 രൂപയ്ക്കുള്ള AC വാങ്ങി, അത് നമ്മുടെ ബിസിനസ് സംബന്ധിച്ച അസറ്റ് ആണ്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ 2,48,300 ഇവിടെ കാണാം. അതുപോലെ തന്നെ സെൽഫോൺ എന്ന് പറഞ്ഞുള്ള വേറൊരു അസറ്റ് നമുക്ക് 5,000 രൂപയ്ക്ക് ഇവിടെ കാണാൻ സാധിക്കും. 22,500 വീണ്ടും ഒരു ഫിക്സഡ് അസറ്റ് നമുക്ക് കാണാൻ സാധിക്കും അസറ്റ് സൈഡിൽ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4,500 ഡ്രോയിങ്സ്. ഇപ്പൊ 8 ലക്ഷം രൂപ ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ ട്രയൽ ബാലൻസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഈ 4,500 രൂപ കാണിക്കണം. ഓപ്പോസിറ്റ് സൈഡിൽ വന്നെങ്കിൽ മാത്രമേ ആ 8 ലക്ഷം രൂപയിൽ നിന്ന് ഈ 4,500 രൂപ കുറഞ്ഞു ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. അത് നമുക്ക് വഴിയെ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം 14,200 നമ്മൾ ഫർണിച്ചർ വാങ്ങി, അസറ്റ് വാങ്ങി, അതുകൊണ്ടാണ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ്സിൽ അത് കാണാൻ സാധിക്കുന്നത്. എക്സ്പെൻസുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഓഫീസ് എക്സ്പെൻസിന് 1,200 നമ്മൾ ചെലവാക്കി. 51,500 രൂപ ഇത് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് കറണ്ട് അസറ്റ് ആണ്. നമ്മൾ സെക്യൂർ ഡെപ്പോസിറ്റ് കൊടുത്താണ് അല്ലെ. പിന്നെ നമുക്ക് നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മുടെ കയ്യിൽ കറണ്ട് അസറ്റ് ആയിട്ട് അവിടെ ബാലൻസ് എമൗണ്ട് 4,71,000 രൂപയുണ്ട്. ഡെബിറ്റ് സൈഡിൽ വീണ്ടും ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട് 9,000 രൂപ. നമുക്കറിയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷൻ എടുത്തിൽ 9,000 രൂപ ചിലവാക്കി എന്നുള്ളതാണ്. നമ്മൾ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഇൻകവും കാണാം, അതുപോലെ തന്നെ ലയബിലിറ്റീസും കാണാം. ഇവിടെ നമുക്ക് 30,000 രൂപ അഡ്വാൻസ് ഫ്രം കസ്റ്റമർ നമ്മൾ സർവീസ് ഒന്നും ചെയ്ത് കൊടുക്കാതെ കസ്റ്റമറിൽ നിന്നും പൈസ അഡ്വാൻസ് ആയി വാങ്ങി വെച്ചിരിക്കുകയാണ്, ഒരു ബാധ്യതയാണ്. ഇവിടെ 30,000 രൂപ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2,500 രൂപ നമുക്ക് കോസ്മോ സ്റ്റേഷനറി വാങ്ങിയിട്ട് കൊടുക്കാനുള്ളതാണ്. ഡിജിറ്റൽ പോയിന്റ് ഓഫ്സെറ്റ് പ്രിന്റേഴ്സ് നമ്മൾ പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പൈസ കൊടുക്കാനുള്ളതാണ്. ഡൂറോ ഫർണിച്ചർ നമ്മുടെ കടത്തിന് ഫർണിച്ചർ വാങ്ങിയിട്ട് 14,200 രൂപ അവർക്ക് കൊടുക്കാനുള്ളതാണ്, ലൈബിലിറ്റി ആണ്. പിന്നെ ഇഷാന്റെ ക്യാപിറ്റൽ ആൽവേസ് ലൈബിലിറ്റി ആണ്, ക്യാപിറ്റൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ഈ അസറ്റും എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിലെ ഇൻകവും ലൈബിലിറ്റിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 51,200 രൂപ കാണാൻ സാധിക്കും. ഇനി ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ഈ 4,500 രൂപ കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. കാരണം അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്തത് കൊണ്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 7,95,500 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഇവിടെ 4,500 രൂപ നമ്മൾ ഡ്രോയിങ്സ് ഇനത്തിൽ 8 ലക്ഷം രൂപയിൽ നിന്നും കുറച്ചാണ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളത്. അത് ഓണേഴ്സിന്റെ ഇക്വിറ്റിയിൽ നിന്നും അവിടെ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ കുറച്ചാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റ് 65,700 ബിസിനസ്സിലുണ്ട്. കറണ്ട് അസറ്റ് ടോട്ടൽ ക്യാഷ് ആയി ബാങ്കിൽ ബാലൻസ് ആയി 7,70,800 രൂപ. ടോട്ടൽ 8,36,500 നമുക്ക് അസറ്റ് ഉണ്ട്. ഇവിടെ ലയബിലിറ്റി സൈഡ് വരാനാണെങ്കിൽ 8 ലക്ഷം ഡ്രോയിങ്സ് എമൗണ്ട് കുറച്ച് ബാലൻസ് ഉള്ള ഫിഗർ ആണ്.
അതുപോലെ തന്നെ എന്താണ് കറണ്ട് ലയബിലിറ്റി 51,200 നമ്മൾ കൊടുക്കാനുള്ളതാണ് അല്ലേ. നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടിയുള്ള അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള ഇതുവരെ സർവീസ് ഒന്നും ആരംഭിച്ചിട്ടില്ല നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഏപ്രിൽ മാസം നമുക്ക് എന്താണ് ലാഭമൊന്നുമില്ല അല്ലേ. ജസ്റ്റ് നമ്മൾ എന്താണ് അസറ്റ് ലയബിലിറ്റീസ് മാത്രം നോക്കി പോവുകയാണ്. മെയ് തൊട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ കാണിച്ചിടും, കാരണം മെയ് തൊട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത്തരത്തിലാണ് നമ്മൾ ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ മാക് കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. ഉപകാരപ്രദമാണെങ്കിൽ എന്താണ് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.